ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അങ്ങനെ ജിന്നിൻ്റെ മാലാക പെണ്ണിൻ്റെ കഥ തുടരുന്നു. ജിന്നിനെ വല്ലാത്ത വിഷമമായി അവൾക്ക് അങ്ങനെ പറ്റിയതിന്. മാലാക പെണ്ണിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. അവളെ സഹായിക്കാനും ആരുമില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല അവൾക്ക്. അനിയനും അനിയത്തിയുമുണ്ട്. പക്ഷെ അവർ ചെറിയ കുട്ടികളല്ലേ, എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് അവരും ഇരിക്കുകയാണ്. പെണ്ണ് വല്ലാതെ വിഷമിച്ചു ഇരിക്കുകയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അവൾ ആലോചിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം എത്ര മനോഹരമായിരുന്നു. ഇന്നെനിക്ക് അസുഖങ്ങൾ വന്നു. വയ്യാതാകുമ്പോൾ ആരുമില്ല എന്നെ നോക്കാൻ. ഇപ്പോൾ ഇത്രയ്ക്കേ ആയുള്ളൂ. ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ എനിക്ക് ആരാ ഉണ്ടാവുക? ഞാൻ എന്നും ഓഫ്നേജിൽ തന്നെ നിൽക്കണ്ടേ? ഞാൻ ഇനി എന്ത് ചെയ്യും? എങ്ങനെയൊക്കെ ആലോചിച്ച് അവൾ വല്ലാത്ത വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവൾക്ക് കണ്ണീരോടെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കലിപ്പൻ ചെക്കൻ ഫോൺ വിളിച്ചു രാത്രിയിൽ. അങ്ങനെ നമ്മളെ കലിപ്പൻ ചെക്കൻ രാത്രിയിൽ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഹലോ, ഇപ്പോൾ എങ്ങനെയുണ്ട്? നിന്റെ വയ്യായൊക്കെ വേദനയൊക്കെ കുറവുണ്ടോ? മെഡിസിൻ എല്ലാം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. ആഹാ, അപ്പോൾ അവൾ ആലോചിച്ചു, കലിപ്പനിക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ടോ? എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനെ. അപ്പോൾ അവൾ ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്ത്, ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഹലോ എന്ന് ചോദിച്ചു. അത് ചോദിച്ച സമയത്ത്, ഹായ് അസാൻ, കേൾക്കുന്നുണ്ട്. ഞാൻ എന്തോ ഒന്ന് ഓർത്തു പോയതാ. എന്താണ്? ഒരു രാജകുമാരനെയാണോ ഓർക്കുന്നത് എന്ന് കളിയാക്കിയ ഭാവത്തിൽ ചോദിച്ചു. അല്ല സാർ, സാറിനെ പറ്റി ആലോചിച്ചതാ. എന്നെ പറ്റിയോ? എന്താ ആലോചിച്ചത്? അത് പിന്നെ സാർ ഫുഡെല്ലാം കഴിച്ചോ എന്നൊക്കെ ആലോചിച്ചതാ. ഒരു കളിയാക്കിയ ഭാവത്തിൽ അവളും വിട്ടുകൊടുത്തില്ല. ചോദിച്ചു, എന്തിനു പറയണം? അങ്ങനെ അനിയൻ ഉറങ്ങിയോ, അനിയത്തി ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അവൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തു. അതിനിടയിൽ പിന്നെ കുറേ അങ്ങനെ സംസാരിച്ച് ഫോണെല്ലാം കട്ട് ചെയ്തു. രണ്ടുപേരും ഓർക്കുകയായിരുന്നു. അവൻ മാലാഖയെ പറ്റി ഓർക്കുകയായിരുന്നു. എൻ്റെ മാലാഖ എവിടെയായിരിക്കും? എനിക്കെന്തോ ഇവളെ കാണുമ്പോൾ ഇത്രക്കധികം ഫീൽ തോന്നുന്നത്. മറ്റാരോടും ഇല്ലാത്ത ഒരു വല്ലാത്തൊരു ഫീൽ. ഇവളോട് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? എൻ്റെ മനസ്സെന്താ ഇവളെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ വല്ലാത്ത ഹാർട്ട് ഇടിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അതേസമയം നമ്മുടെ മാലാഖ പെണ്ണും ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കലിപ്പൻ ചെക്കനെ. കലിപ്പൻ ചെക്കൻ ആരാന്നൊക്കെ ചെറുതായിട്ടൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയല്ലോ. അവൻ അവളുടെ കളിക്കൂട്ടുകാരിയായിരുന്നു എന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ? പക്ഷെ കലിപ്പനാണല്ലോ. ഇപ്പൊ വലുതായപ്പോൾ ആ ചെറുപ്പത്തിലുള്ള സ്വഭാവമൊന്നുമില്ലല്ലോ ഉള്ളത് എന്നൊക്കെ ആലോചിച്ച് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയൊക്കെ വിരിഞ്ഞു. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവനെ മെനക്കിയെടുക്കണം. അതൊക്കെയാണ് ഇനിയുള്ള രസകരമായ മുഹൂർത്തം എന്നൊക്കെ ആലോചിച്ച് അവൾ ചിരിച്ചുകൊണ്ട് കിടന്നപ്പോൾ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവളുടെ കൈയും അവളുടെ നെറ്റും ഒക്കെ വേദനിച്ച്
പിന്നെ ഒന്ന് ഉറങ്ങിയപ്പോൾ അവൾക്ക് വല്ലാതെ പനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സഹായത്തിന് ഒരു താത്ത ഉണ്ടായിരുന്നു അവിടെ. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, അവൾക്ക് വയ്യാന്ന് കേട്ടപ്പോൾ കാലിപ്പഞ്ചക്കൻ ഒരു വെച്ചതാണ്. അത് ഒരു സഹായത്തിന് പറഞ്ഞയച്ചതാണ്. അങ്ങനെ ആ താത്തനെ വിളിച്ചിട്ട് താത്ത എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. ഇത്തിരി ചൂടുള്ള വെള്ളം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖദീജത്ത് പറഞ്ഞു, ആ മോളെ വെള്ളം ഉണ്ടാക്കി തരാലോ, മോൾക്ക് ചുക്ക് കാപ്പി വേണോ കട്ടൻ വേണോ എന്നൊക്കെ ചോദിച്ചു. താത്ത എനിക്ക് ഇത്തിരി ചൂടുള്ള വെള്ളം മതി ഇപ്പോൾ കുടിക്കാൻ അങ്ങനെ തോന്നുന്നത്. ആയിക്കോട്ടെ, അതിനെന്താ മോളെ, ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തരാലോ എന്നൊക്കെ പറഞ്ഞു. ഖദീജ വെള്ളം ഉണ്ടാക്കാൻ പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ വെള്ളം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടും അവൾക്ക് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ അവളുടെ പനി ഒട്ടും കുറവില്ല. അങ്ങനെ അവൾ കിടന്ന് വിറക്കാൻ തുടങ്ങി. ഖദീജത്ത എന്ത് ചെയ്തു? നമ്മുടെ ചിന്നിനെ ഫോൺ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. എന്തുണ്ടെങ്കിലും പറയണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുത്തു, ഫോൺ വിളിച്ചു. അങ്ങനെ പെട്ടെന്ന് അവൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇവളെ വീട്ടിലേക്ക് വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തിനു പറയണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എന്താ കുട്ടി ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ? വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ, കുട്ടിക്ക് വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ, കുട്ടിക്ക് എന്തു പറ്റി? ടെൻഷൻ ഉണ്ടല്ലോ വല്ലാണ്ട്.